എടാ എന്റെ നിഗമന വീക്ഷണത്തിൽ എവിടേക്കോ ചില ലോജിക്കൽ പ്രശ്നം ഉണ്ടെങ്കിലും ഈ ഇടിക്കാച്ചി പെങ്കുച്ചി നിന്നെ കൊണ്ടേ പോവും. അതൊന്നും ശരിയാവില്ലടാ, അവരൊക്കെ വലിയ കാശേരല്ലേ. നല്ല മിഠായാണല്ലോ. ആണാ? അവളെ മേകാരിയല്ലേ? അതെ. പിന്നെന്തിനാണ് അവളെ നിന്റെ പറയാ ചേട്ടാ ചേട്ടാന്ന് വിളിച്ച് ഇറക്കണത്? അവളെന്താണ് എന്നെ ചേട്ടാ ചേട്ടാന്ന് വിളിക്കണത്? പ്രേമം. ഇത് പ്രേമൊന്നും ആയിരിക്കില്ലടാ ഫിഫു, ഇത് വല്ല ആരാധന ആയിരിക്കുള്ളൂ. ആരാധിക്കാൻ നീ ആരാണ്? എടാ ഞാനേ സെക്കൻഡ് ഈസി റെപ്പാണ്, സെക്കൻഡ് ഈസി റെപ്പ്. ആ പാട്ടുകാരൻ അന്വേഷിച്ചിറക്കണ്ടാ. എന്തിന്? അതവര് വരുമ്പോ നിന്നോട് പറഞ്ഞു. എടാ ഒരു പെണ്ണും നമ്മളോട് ഇങ്ങോട്ട് വന്ന് ഇഷ്ടം പറയൂല, അവര് നമ്മൾ ഇങ്ങനെ മോഹിപ്പിച്ചോണ്ടേയിരിക്കും നമ്മൾ അവരോട് ഇഷ്ടമാണെന്ന് പറയണവരെ. അയ്യോ, അപ്പൊ നമ്മൾ അവരുടെ അടുത്ത് ഇഷ്ടം പറഞ്ഞില്ലെങ്കിലോ? അവര് വേറെ കല്യാണം കഴിച്ചു പോകും. അയ്യോ. എന്നിട്ട് ഒരു കൊച്ചൊക്കെ ആവുമ്പോ കൊറേ നാള് കഴിഞ്ഞ് വാട്സാപ്പിൽ നിനക്കൊരു മെസ്സേജ് വരും, ചേട്ടാ എനിക്ക് ചേട്ടൻ പണ്ട് ചേട്ടൻ ഒരുപാട് ഇഷ്ടപ്പെടുന്നു പറഞ്ഞു. അയ്യോ, അത് ഭയങ്കര കഷ്ടായി പോലുള്ള ഫിഫു. പിന്നെ ഭയങ്കര കഷ്ടായി. അതുകൊണ്ട് എനിക്ക് നിന്നോട് പറയാനുള്ളത്, നമ്മൾക്ക് ഇഷ്ടമുള്ളവരെയല്ല നമുക്ക് ഇഷ്ടപ്പെടണ്ടേ, നമ്മളെ ഇഷ്ടപ്പെടുന്നവരെയാണ് നമ്മൾ ഇഷ്ടപ്പെടേണ്ടത്. എന്നാലേ ലൈഫിൽ അർത്ഥം ഉണ്ടാവും. ഇങ്ങനെ എല്ലാം കൂടി വലിച്ചു കേട്ടിട്ടുള്ള ഫിഫു ഓരോന്നായിട്ട് തിന്നെ വെള്ളം. നീ അത് വീണ്ടും കൊടുക്കണം. ഏത്? എടാ നിന്റെ ഒരു പേട്ടാപ്പള്ളി കത്തിൽ ആരെയും കാണിക്കാണ്ട് പൊരുത്തി കൂട്ടി വെച്ചാണത്. അത് മേരിക്കുള്ളതാ. നീ ഇത്ര നാൾ കാത്തിരുന്നതും അവക്ക് വേണ്ടിയാണ്. ഇതൊന്നും നടപടിയാവില്ല ഫിഫു. ഇനി ഒരാളുടെ മുമ്പിൽ കോമാളിയവൻ ഈ ലൈലാസറിനെ കിട്ടില്ല 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 കിട്ടില്ല. മാം, ഈ ഹിസ്റ്ററി ഓഫ് ഇന്ത്യൻ ചർച്ച് ക്ലാസിക്സ് അത് ജോർജ് മേനച്ചേരിയുടെ അല്ലേ? അത് അപ്പുറത്തെ സെഷനാ, ഞാൻ എടുത്തു തരാം. ഓക്കെ മാം. ആഹാ, ഇവിടെ വിളിച്ച് കള്ളി കള്ളി. മോളെ ബുക്ക് കിട്ടിട്ടോ? ചിരിണ്ട്. ഓ മേരി ഫിക്സ്. ഹായ്, എനിക്ക് കുട്ടിയുടെ അടുത്ത് ഒരു കാര്യം പറയാനുണ്ട്. എനിക്കറിയാം കുട്ടിക്ക് എന്നെ ഒരുപാട് 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 ഇഷ്ടമാണ്. നമ്മൾ ഇഷ്ടപ്പെടുന്ന ആളെയല്ല, നമ്മളെ ഇഷ്ടപ്പെടുന്ന ആളെയാണ് നമ്മൾ ഇഷ്ടപ്പെടേണ്ടതെന്ന് ഒരു മഹാൻ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഇതിലെന്റെ ഇഷ്ടമുണ്ട്. ആ ഇഷ്ടം കുട്ടിക്ക് എന്നോടുള്ള ഇഷ്ടത്തിന്റെ ഇഷ്ടത്തോടുകൂടി വായിച്ചു നോക്ക്, ഇഷ്ടപ്പെടും. താൻ ഏത് കാലഘട്ടത്തിലാ ജീവിക്കുന്നത്? കുറച്ചെങ്കിലും മെച്യൂരിറ്റി ഉണ്ടാവണം. ഇഷ്ടം പറയാൻ വന്നിരിക്കുന്നു, കഷ്ടമുണ്ട്. വഴി മാറും. എവിടെ ചെന്നാലും എവിടെയാണോ? ഇതല്ലേ ബുക്ക്? താങ്ക് യു മാം. ഓക്കെ. മേരി അല്ലേ? മേരി എന്താ ഇവിടെ? അപ്പ അകത്താരാ? ക്ലാര. ആഹാ, അപ്പ ശരി. അപ്പ ലൈല അകത്തുണ്ട്. അവൻ പെട്ട്. ക്ലാര ആരാണവള്? എനിക്ക് പറ്റിട്ടില്ല എന്ന് പറയാനായിട്ട് ആരാണവള്? എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്താ? എനിക്കറിയാം ലൈലൂന് എന്നോട് ദേഷ്യാണെന്ന്. അല്ല, അതിപ്പോ ആർക്കായാലും ദേഷ്യം വരും. അന്ന് ആ സിറ്റുവേഷനില് ലൈലൂന് വിഷമാവാണ്ടിരിക്കാനാ ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞേ. സത്യം പറഞ്ഞ വിശ്വസിക്കോന്ന് അറിഞ്ഞൂടാ, എന്നാലും ഞാൻ പറയാം. എനിക്ക് ചൊവ്വാദോഷാണ്. സത്യായിട്ടു. അതിന് നീ ഏതാണ്? ലൈലു ഞാനാ, സരോജാദേവി. ആരാണ് നീ? ഏതാണ് നീ? മാറിക്കങ്ങട്. അവിടെ അച്ഛനെ ചൊവ്വല ലോട്ടറി ടിക്കറ്റ് കൊടക്കള്ളി. ഇന്നൊരു സംഭവം ഉണ്ടായി. എന്ത്? ഞാൻ നിന്നോട് എപ്പോഴും പറയാറില്ലേ ഒരു ചേട്ടനെ പറ്റി. ഏത്? ആ പൊളിയൻ ചേട്ടനാ? സുരേട്ടൻ. പുള്ളി വന്ന് ഇഷ്ടമെന്ന് പറഞ്ഞു. ആരോട്? നിന്നോടാ? എന്നോടല്ല, അവളോട്. ക്ലാരനോടാ? എന്നിട്ട് അവളെന്ത് പറഞ്ഞു? അവളെ ആട്ടി വിട്ടെന്ന് തോന്നുന്നു. പാവൻ ചേട്ടൻ. നല്ലതല്ലേ? അവളുടെ എൻഗേജ്മെന്റ് ഒക്കെ അല്ലേ വരുന്നത്? എനിക്ക് ഇഷ്ടമല്ല അയാളെ. മോഹനൻ അല്ലൊരു മോരടനാ. അസുരേട്ടൻ പൊളിയാണ്. പുള്ളി ക്ലാരനെ കോളേജിൽ വന്നപ്പോ തൊട്ടുള്ള നോട്ടാ ഞാൻ കണ്ടിട്ടുണ്ട്. അല്ല, അതും പറഞ്ഞ് നീ ഇപ്പൊ എന്ത് ചെയ്യാൻ പോവാ? ഈ നാട്ടിൽ വന്ന ശേഷം ലൈഫിനൊരു ത്രില്ലില്ലായിരുന്നു. ഇനി ഇതങ്ങ് സെറ്റ് ആയെങ്കിൽ ഫുൾ അഡ്വഞ്ചർ ആയിരിക്കും. അടിയും ഇടിയും ഡാൻസും പാട്ടും നല്ല രസമായിരിക്കും അല്ലേ? എന്താണ് രണ്ടുപേരും? ഒരു പ്രശ്നമുണ്ട്. ഇന്ന് പ്രാക്ടീസ് ഒന്നുമില്ല മേരി. ടൂർണമെന്റിന് അടുത്തു. ഗെറ്റ് റെഡി. ആദ്യം ക്ലാര ഒക്കെ അടിക്കണം. പപ്പ സമ്മതിക്കണം. പിന്നെ പപ്പയൊക്കെ ആണെങ്കിൽ ക്ലാര ഒക്കെ ആവുമായിരിക്കും. മാധവ്, അതൊരു പ്രശ്നോ? എന്ത് പ്രശ്നം വന്നാലും അതിനെ നേരിടാനുള്ള ധൈര്യം വേണം. അത് പുള്ളിക്ക് ആവശ്യത്തിനുണ്ട്. പുള്ളി മാസല്ലേ? നോക്കിക്കോളാം. കളഞ്ഞത് എല്ലാത്തിനും ഞാൻ തന്നെ വേണം. എടാ ഫിഫു, ഇതിലൂടെ ചക്കക്കുരു ഇടാൻ പറഞ്ഞു. ഓ ശരി.
മോശായിപ്പോയി മോശമൊന്നുമല്ലല്ലോ, നല്ലതൊക്കെയാണ്. ഒന്ന് കഴിച്ചു നോക്കിയേ. എന്നാ നീ മിണ്ടരുത്. അവളുടെ ചേച്ചിയുടെ മുമ്പിലേ ഞാൻ മണ്ടനായിപ്പോയി. നീ ഒട്ടുവരുത്താൻ കാരണമാണ് തെണ്ടി. ഞാൻ എന്ത് ചെയ്തെന്നാണ് അവരൊരേ ഒല്ലിക്കണേ? ഞാൻ എന്ത് ചെയ്യാനാണ്? അതെന്താന്നറിയോ, എന്റെ ഉഷ ടീച്ചർ പറഞ്ഞിട്ടുണ്ട് ട്വിൻസ് ആണെങ്കിലേ ഒരേപോലെ ഇരിക്കത്തുള്ളൂ. അതൊരു പുതിയ അറിവാണ്. വാ, ഒരു കാര്യം ചെയ്യ്, ഈ ചക്ക എഴുന്നിട്ട് മിണ്ടാതിരി. ക്ലാര എന്നാലും എന്ത് വിചാരിച്ചിട്ടുണ്ടാവും? നാളെയെങ്കിലും മേഴ്സി ടീച്ചർ ഒന്ന് ക്ലാസ്സിൽ കയറ്റിയാൽ മതിയായിരുന്നു. നാളെ കുറച്ച് ചക്കയായിട്ട് പോയാലോ? ചക്കക്കുരു ഇട്ടിട്ടുണ്ട്. ഇനി അതും പറഞ്ഞ് പരാതി പറയാൻ നിൽക്കണ്ട. മേരിയ ചേട്ടൻ നല്ല പണി കാണിച്ച. എന്താ പെട്ടെന്ന് പോയി കളഞ്ഞ്? ഞാൻ കൊറേ നോക്കി. ഹായ് ചക്ക. ഞാൻ വായിക്കട്ടെ. കാര്യങ്ങളൊക്കെ എനിക്ക് മനസ്സിലായി. എങ്ങനെ മനസ്സിലായി? അതൊക്കെ മനസ്സിലായി. അത് ഞാൻ മേരിയാന്ന് വിചാരിച്ച് ക്ലാര ഒന്നിപ്പോ അറിയാണ്ട് പറ്റിപ്പോയതാ. സോറി. എന്ത് പ്രശ്നം വന്നാലും കട്ടയ്ക്ക് കൂടെ നിക്കോ? മേരി എന്റെ കൂടെ വെക്കോ? ചേട്ടന്റെ കൂടെ ഞാൻ ഉണ്ട്. അങ്ങനെയാണെങ്കിൽ എന്ത് പ്രശ്നം വന്നാലും പോട്ടെ പോലും നമുക്ക് ഇടിച്ചേക്കാം. പക്ഷെ അതല്ലല്ലോ പ്രശ്നം. എന്താ പ്രശ്നം? മെയിൻ ആയിട്ട് 3 കാര്യങ്ങളുണ്ട്. 1, ചേച്ചിക്ക് ഇഷ്ടപ്പെടണം. പപ്പയ്ക്കും ഇഷ്ടപ്പെടണം, എന്നല്ല സമ്മതിക്കും. അയ്യോ. 2, മാമോദിസം മുങ്ങണം. മാമോസിയ ഞാനാ? അപ്പൊ മൂന്നാമത്തെ? 3, തൈക്കൊണ്ട് പഠിക്കണം. മറ്റേ ഡിഷും. ചക്ക തീർന്നോ? നല്ല കിളിച്ചോട്ടും ചക്കയാണ്. ടേസ്റ്റ് ഉണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞ കാര്യം മറക്കണ്ട. പോട്ടേട്ടാ. ആരത്? മേരി. മേരിയ? അവളെന്തിപ്പോ ഇങ്ങോട്ട് വന്നേ? അവൾക്ക് ഒരാളെ ഇഷ്ടാണെന്ന്. ആരെ? മേരി നിന്നോട് ഇഷ്ടമാണെന്ന് പറഞ്ഞ? എന്റെ കൂടെ ഉണ്ടാവോന്ന് ചോദിച്ചു. ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ, നമ്മൾ ഇഷ്ടപ്പെടേണ്ട ആളെയല്ല നമ്മൾ ഇഷ്ടപ്പെടാൻ. നിർത്ത്. അവൾക്ക് പക്ഷേ കുറച്ച് ഡിമാൻഡ്സ് ഉണ്ട്. എന്ത് ഡിമാൻഡ്? എടാ, ആദ്യം തന്നെ അവളുടെ ചേച്ചിക്കും അച്ഛനും എന്നെ ഇഷ്ടപ്പെടണം. അതിനെന്ത് കുഴപ്പം? നാളെ നീ ആ വീട്ടിലേക്കല്ലേ കയറി ചെല്ലണ്ടേ? അപ്പൊ അവർക്ക് ഇഷ്ടപ്പെടണ്ടേ ആയിട്ടുള്ള കാര്യം അല്ലേ? പിന്നെ അവള് പറഞ്ഞു മാമോദിസം വാങ്ങണമെന്ന്. ഞാൻ തന്നെ, പിന്നെ വേറെ ആര്? ഇങ്ങോട്ട് നോക്ക്. മേരി നിന്റെ ഭാഗ്യം. വല്ല മൈമുനെയും ഫാത്തിമാരും നീ പെട്ടുപോയനെ. റിസ്കിന്റെ കാര്യം പറഞ്ഞപ്പോ മൂന്നാമത്തെ കാര്യത്തിൽ റിസ്കാ. എന്താ? എടാ, എന്നോട് തൈക്കോണ്ട പഠിക്കാൻ. ഞാൻ എന്തിനാണോ തൈക്കോണ്ട പഠിക്കണേ? മനസ്സിലാവുള്ളൂ. എനിക്കൊന്നും എന്താണെന്നറിയോ, മേരി ചിലപ്പോ ഉദ്ദേശിക്കുന്നത് നീയും മേരി അടങ്ങുന്ന ഒരു കൊച്ചു മാർഷൽ ആർട്സ് കുടുംബം അല്ലേ? എനിക്ക് കുഴപ്പമൊന്നും തോന്നല്ല. എന്തെങ്കിലും കുഴപ്പം തോന്നണ്ട. ശരിയായിരിക്കും അല്ലേ? ഇങ്ങനെയായിരിക്കുമല്ലോ ഓരോരുത്തരും നമ്മുടെ ലൈഫിലേക്ക് ഇടിച്ചേറി വരുന്നത്. അല്പം പിടിവാശി ഉണ്ടെങ്കിലും ആളൊരു പാവല്ലടാ ഫിഫു. പഞ്ചപാവം. നമ്മൾ എന്തിനാ ഇവിടെ വന്നിരിക്കുന്നെന്ന് അറിയോ ചേട്ടന്? ഇതാ. എങ്ങനെയുണ്ട്? പൊളിയല്ലേ? പിന്നല്ല. ഞാൻ ഇടയ്ക്ക് ഇവിടെ വന്ന് സമ്മ പ്രാക്ടീസ് ചെയ്യാറുണ്ട്. അവരൊക്കെ അടിപൊളിയായിട്ട് ചെയ്യുന്നുണ്ടാ. സൂപ്പറാണ്. പിന്നെ ചേട്ടാ, ക്ലാരയുടെ എൻഗേജ്മെന്റ് ആവാറായി. അത് നമുക്ക് പൊളിക്കാം. കാര്യമായിട്ടും ഐ കോൺഫേം? ഫുൾ കോൺഫേം. പിന്നല്ല, പൊളിച്ചെടുക്കണം. അത് കേട്ടാ മതി. ചേട്ടാ, ചേട്ടൻ എന്തെങ്കിലും തിരക്കുണ്ടോ? ഇപ്പൊ പോണോ? എന്ത് തിരക്ക്? ഈ സൂര്യാസ്തമയ സമയത്ത് ഇവിടത്തെ തിരുമാലകളെ നോക്കിയിരിക്കാൻ എന്ത് രസമുള്ള മേരി. എന്നാ ചേട്ടന് ഇവിടെ ഇരുന്നോ. ഞാൻ ഒരു കാര്യം വിട്ടുപോയി. എനിക്ക് 6 മണിക്ക് പ്രാക്ടീസ് ഉണ്ടായിരുന്നു. ഞാൻ മറന്നുപോയി. പോട്ടെ. ടാറ്റാ. സാധനം. ഗുഡ് മോർണിംഗ് മിസ്. എന്ത് പറ്റി മിസ്? ഒന്നുമില്ല. ശ്രീലേഖ മിസ് ബാഡ്മിന്റൺ കളിയില്ലേ? ബാഡ്മിന്റൺ ഒക്കെ നല്ല എനർജറ്റിക് സ്പോർട്സ് അല്ലേ? പ്രത്യേകിച്ച് സ്ത്രീകൾക്ക്. സൈന നെഹ്വാൾ, ജ്വാല ഗുഡ, PV സിന്ധു. ജോലി രാജിവെച്ച് ടീച്ചറൊക്കെ ബാഡ്മിന്റണിൽ ഇറങ്ങണം. അതിനുള്ള കാലിബർ ഉണ്ട് നിങ്ങൾക്ക്. ഞാനത് കാണുന്നു. ചേട്ടൻ എന്താ ഇപ്പൊ തൈക്കോണ്ടോ ക്ലാസ്സിനൊന്നും വരാത്തെ? മേരി ഭയങ്കര ഉഴപ്പാണ് കേട്ടോ. മേരി,
ക്ലാര ഇവിടെ ഇരിക്കുന്നുണ്ട്, ഞാൻ കാണിച്ചു തരാം. ഇത് നോക്ക്. നീ എന്തിനാണ് ഇതെപ്പോഴാ ലൈലാസറിന്റെ വാലെ തൂങ്ങി നടക്കുന്നത്? അവനൊരു ലോക തല്ലിപ്പൊളിയാ. അടിയും ഇടിയും എന്റെ ഒരു ഷോ. അതാണ് ലൈലാസുരൻ ചേട്ടൻ. പുള്ളി വെറും ചുമ്മാണ്. അല്ലാണ്ട് ചെലവന്മാരെ പോലെ കിടന്നോ, ചോറുണ്ടോ, ഗുഡ് നൈറ്റ്, സ്വീറ്റ് ഡ്രീംസ്. നിനക്ക് കുറച്ച് കൂടുന്നുണ്ട് കേട്ടോ മേരി. എന്താ സ്വന്തം ലൈഫിൽ തീരുമാനം എടുക്കാൻ കഴിയാത്തവരാരും എന്റെ ലൈഫിൽ ഇടപെടാൻ നിൽക്കണ്ട. അയാളായിരിക്കും എന്താ എടുക്കുന്നില്ലേ? ഇഷ്ടല്ലേ കട്ടി. ഹലോ. കഴിച്ചു. ഇല്ല, കിടന്നിട്ടില്ല. കുറച്ചും കൂടെ അസൈൻമെന്റ്സ് പെൻഡിങ് ഉണ്ട്. ശരി, ഗുഡ് നൈറ്റ്. ഇയാൾക്ക് ഇതേ ചോദിക്കാനുള്ളൂ? നിനക്ക് വേറെ പണിയില്ലേ? നീ നിന്റെ കാര്യം നോക്ക്. അന്തസ്സുള്ളവരൊക്കെ അങ്ങനെ. നീ നിന്റെ കാര്യം ശരിക്കും ഒന്ന് ആലോചിച്ച് തീരുമാനിച്ചാ നിനക്ക് കൊള്ളാം. ഒരു യോഹന്നാൻ. അഭിലാഷ് കുമാർ FM, തന്റെ മുഖത്തൊരു ടെൻഷൻ ഉണ്ടല്ലോ. എക്സാം ഹാളിലും ടെൻഷൻ വരികയാണെങ്കിൽ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ മുന്നിൽ ഇരുന്നുകൊണ്ട് ഒരു ഡീപ് ബ്രീത്ത് എടുക്കുക. ഇതാ ഇങ്ങനെ ഇൻഹീൽ. ഓളിയായിട്ട് പിള്ളേര് കളർ വെള്ളം കലക്കി ഒഴിച്ചാ. സാഹിബിന്റെ ഉപദേശപ്രകാരം ഞാൻ ഈ ചാപ്റ്റർ നോക്കിയിട്ടില്ല. കഴിയോ എന്താ ലൈലു? എന്തൊരു പറ. ഒരു രസമില്ല. അത് ഈ പരീക്ഷ കഴിഞ്ഞ് തോക്കുമ്പോ റെഡി ആയിക്കോളും. അതല്ലടാ, ഞാനും മേരി തമ്മില് എനിക്കെന്തോ എന്തെന്തോ അറിയില്ലടാ. എന്താണ് എക്സാം തുടങ്ങിയില്ലേ? ഇപ്പൊ തുടങ്ങും. പിന്നെ ചേട്ടാ, നാളെ കഴിഞ്ഞാൽ നാഷണൽസിന് പോകും. ഇനി കുറച്ച് ദിവസം ഉണ്ടാവില്ല. ഞാൻ വരുമ്പോഴേക്കും ക്ലാരയോടും പപ്പയോടും കാര്യങ്ങളൊക്കെ പറഞ്ഞൊന്ന് പെട്ടെന്ന് സെറ്റ് ആക്കാൻ നോക്ക്. മറക്കണ്ട, ഇനി അധികം സമയമില്ല കേട്ടോ. അപ്പൊ ശരി, എക്സാം നടക്കട്ടെ. ഓൾ ദി ബെസ്റ്റ്. പരീക്ഷ പഠിക്കണേ. അവളുടെ വർത്താനം കേട്ട് കഴിഞ്ഞാൽ എനിക്ക് അവളുടെ ചേച്ചിയോട് പ്രേമാണെന്ന് തോന്നുന്നു. എല്ലാവരും സമ്മതിക്കണേ എനിക്ക് അവളുടെ വീട്ടിൽ പോയിട്ട് കല്യാണം ആലോചിച്ച പോരെ? നീ ഇതൊക്കെ എന്നോടല്ല ചോദിക്കണ്ട, പോയാ അവളോട് ചോദിക്കും. ഞാൻ ചോദിക്കും. അതിനെന്താ ചൂടാവണത്? അല്ല, അയ്യോ ഒരു എക്സാം വന്നങ്ങട് അതേ പോലെ നമ്മളുണ്ട്. അമന്യ എന്റെ തുണ്ടെനിക്ക് തരൂലേ? ഒരാളും കോപ്പി അടിക്കാന്ന് വിചാരിക്കരുതേ, എനിക്ക് പുറകിലും കണ്ണുണ്ട്. മാസങ്ങളായി സ്ഥിരമായി എന്റെ മേശയിൽ ആരോ ലെറ്റർ കൊണ്ടുപോയി വെക്കുന്നുണ്ട്. ഇന്ന് അതിനൊരു അവസാനം ഉണ്ടാവണം. ആരാണെങ്കിലും കർത്താവിന്റെ നാമത്തിൽ ഇന്ന് തന്നെ വന്ന് മാപ്പപേക്ഷിക്കണം. അതല്ലെങ്കിൽ എത്ര സമയം എടുത്താലും ഞാൻ തന്നെ കൈയക്ഷരം വെച്ച് കണ്ടുപിടിച്ചിരിക്കും. ഏതെന്നാ അറിയണവോ മിസ്സിനൊക്കെ ലവ് ലെറ്റർ വെക്കണത്? വല്ല സാറുമാരൊക്കെ ആയിരിക്കും. അതാരണത്? ഇനി പ്രൊഫസർ HOD തരകനായിരിക്കും. ഇവിടാ എക്സാം എങ്ങനെയുണ്ടായി? നീ ജയിക്കോ? നീ ജയിച്ചാ ഞാനും ജയിക്കും. അപ്പ തോറ്റ്. അല്ല, നമ്മളിപ്പോ എങ്ങോട്ടാണ് പോണത്? നീ നേരത്തെ ഒരു അനൗൺസ്മെന്റ് കേട്ടായിരുന്നു. ഏതൊരു നാറി നമ്മുടെ മേശി മിസ്സിനെ ലവ് ലെറ്റർ വെച്ചല്ലേ? അങ്ങനെ ഏതൊരു നാരില്ല, അത് ഞാനാണ്. അയ്യോ, നീ എന്താണ് പറയണത് ഫിഫു? ഇതൊക്കെ വലിയ പ്രശ്നമാവൂട്ടാ. എന്തുട്ട് പ്രശ്നം? എനിക്ക് മിസ്സിന് ഇഷ്ടമായോണ്ടല്ലേ. ഇഷ്ടം തേങ്ങയാണ്. ആരെങ്കിലും പഠിപ്പിക്കണം മിസ്സിനെ ലവ് ലെറ്റർ വെക്കും, അത് മേഴ്സി മിസ്സിന്. നാറി ഇടിച്ചുകൊണ്ടല്ലോ. നാറികളെ നാറികളാ. അപ്പൊ നീയൊക്കെയാണല്ലേ മിസ് മേഴ്സി ഞാൻ ലവ് ലെറ്റർ വെച്ചത്? അത് സാറേ, ഇവനൊരു അബദ്ധം പറ്റി പോയതാണ് സാറേ. അത് സാറേ, എനിക്ക് മേഴ്സി മിസ്സിനെ ഒരുപാട് നാളായിട്ട് മിസ്സിനെ ചുമ്മാ പറ്റിക്കാൻ വേണ്ടി തമാശയ്ക്ക് അവൻ ചെയ്തു പോയതാണ് സാറേ. അവന് ടീച്ചർ ഒന്നും കൊടുത്ത് പറഞ്ഞു വിടരുത് സാറേ, പ്ലീസ് സാറേ, പ്ലീസ്. തമാശ കളിച്ച് മിസ് മേഴ്സി ഞാൻ കരയിപ്പിച്ചപ്പോ സമാധാനമായില്ലേ സാറേ? അവന്റെ ഭാവി നശിപ്പിക്കരുത് പ്ലീസ് സാറേ. എങ്ങനെ ഞാൻ ഒന്ന് സംസാരിച്ചു നോക്കട്ടെ. എനിക്ക് ഉറപ്പൊന്നും പറയാൻ പറ്റത്തില്ല.
റിജു ഫെർണാണ്ടസ്. ജിജോ ഫെർണാണ്ടസ്. തേങ്ങയാണ് തേങ്ങ. നിന്നാണ്ടല്ലേ ഇടിച്ച് വാ മിസ്സിന്റെ അടുത്ത് സോറി പറയാം വാ നടക്കം അങ്ങോട്ട്. നീക്ക് ഇത് എങ്ങോട്ട് ഇടിച്ചു കളി കയറി അവിടെ ഉണ്ട്. പോകുന്നത്? മേഴ്സി നൈനാൻ ദേഷ്യത്തിലായിരിക്കും. പാവം. ഞാൻ അവിടെ ചെന്ന് മേഴ്സി നൈനാനോട് കാര്യങ്ങൾ സംസാരിച്ച് സോൾവ് ആക്കിയിട്ട് വിളിക്കും. അപ്പൊ കയറി വന്നോണം, മാപ്പ് പറഞ്ഞോണം. ഇവൻ പറയും പറയില്ലേ? ആ പറഞ്ഞ നിനക്ക് സാറേ, കൊള്ളാം. please, എങ്ങനെ മതി. ആ. പറയാം. ആ മിസ് മേഴ്സി നൈനാൻ, ഞാൻ ഒരുപാട് ആഗ്രഹിച്ചത് അത് സാറായിരിക്കണമെന്ന്. എനിക്ക് സാറിന് ഒരുപാട് ഇഷ്ടമാണ്. അതിനാണ് ഇനിയിപ്പോ അത് സാർ അല്ലെങ്കിലും എനിക്ക് കുഴപ്പമില്ല. എനിക്ക് സാറിന് ഒരുപാട് ഇഷ്ടമാണ്. അല്ല മിസ് മേഴ്സി നൈനാൻ, ഞാൻ ഒന്നും പറയണ്ട, എനിക്കറിയാം എന്നെ ഇഷ്ടമാണ്. നമ്മളെ ഇഷ്ടപ്പെടുന്നവരെയാണ് നമ്മൾ ഇഷ്ടപ്പെടേണ്ടതെന്നൊരു മഹാൻ പറഞ്ഞിട്ടുണ്ടോ ഇല്ലേ ഇല്ലേ ഉണ്ടോ ഇല്ലേ ഇല്ലേ ഇല്ലേ? നിങ്ങൾക്ക് എന്താ കണ്ടില്ല? സോറി, ഞാൻ കണ്ടില്ല. മോളെ കാര്യം ചെയ്യും, ഇത് തുടച്ചെന്നിട്ട് പോയാ മതി. ഞാൻ അറിയാതെ പറയാതെ ഒന്നുമില്ല, ഇത് തുടച്ചെന്നിട്ട് പോയാ മതി. എനിക്കൊരു പ്രോജക്റ്റ് വർക്ക് ഉണ്ട്, ഒന്ന് മാറി ഞാൻ പോട്ടെ. പ്രൊജക്റ്റോ അസൈൻമെന്റോ എന്താന്ന് വെച്ച് ചെയ്തോ, പക്ഷെ ഇത് തുടച്ചെന്നിട്ട് പോയാ മതി. പോണ്ടേ? നീ വാ ലൈലാസുര, നീ കളത്തിലിറങ്ങിയാലല്ലേ ഹൃദയരഞ്ജനൊരു ത്രില്ലുള്ളൂ. നിനക്ക് ഹൃദയരഞ്ജന കുറെ നാളായി നീ തുടങ്ങിട്ട്. നിന്റെ വീട്ടിൽ എന്നെ വിളിക്കുന്ന കിങ്ങിണിയിലല്ല. ആർക്കോ കിങ്ങിണി നെഞ്ചത്ത് കളർ മതിക്കും. ഞാൻ കിങ്ങിണി ഇങ്ങോട്ട് മാറും. കിങ്ങിണി മാറാനാണ് പറഞ്ഞത്. കിങ്ങിണി മാറാനാണ് പറഞ്ഞത്. ഒരുപാട് പ്രശ്നങ്ങൾ ഞാൻ പറഞ്ഞാലേ മാറാൻ. മാറും. കിങ്ങിണി അല്ല രഞ്ജ, ആ കുട്ടി നമ്മള് പണി കളിയാ. ഒരു തരി കളർ എഴുതാൻ ഞാൻ സമ്മതിച്ചില്ല, കണ്ടില്ലേ? എന്താ ചിരിക്കണേ? ഒന്നുമില്ല. ഒന്നുമില്ല. എന്തോണ്ടല്ലോ, ഇയാളുടെ മുഖത്ത് ചിരിയൊക്കെ വരുമല്ലേ? ലൈലാസറിന് ഓടി വരാണ്ടപ്പോ ഞാൻ കരുതി എന്തോ വലിയ പ്രശ്നം ഉണ്ടാക്കാനുള്ള വരവാണെന്നാ. ആള് ഇത്ര ഉള്ളല്ലേ? അത് ഞാനും ഫിഫും കൂടി തമാശക്ക്. അല്ല, നിങ്ങൾ എന്തെങ്കിലും സീരിയസ് ആയിട്ട് സംസാരിച്ചിരിക്കായിരുന്നോ? കുറച്ച് സീരിയസ് ടോക്ക് ആയിരുന്നു. ലൈലാസറൻ വന്നത് നന്നായി. ക്ലാര ഇന്ന് ലൈബ്രറി പോയില്ലേ? അത് അവിടുത്തെ ബുക്സ് മൊത്തം വായിച്ചു തീർത്താ. എന്തിനാ വീണ്ടും വരാനാണോ? പിന്നെ ബുക്കുമായിട്ട് അങ്ങോട്ട്? അയ്യോ, അത് ഞാൻ അറിയാണ്ട് തമാശക്ക്. ഒന്നും മറന്നിട്ടില്ലല്ലേ? ലൈലാസറിനെ കുളിയൊക്കെ കഴിഞ്ഞ് എപ്പോഴാ വീട്ടിൽ പോകുന്നത്? അതിന് ആഘോഷം തുടങ്ങിയിട്ടില്ല. സമയം ഇങ്ങനെ നീണ്ടു നിവർന്ന് കിടക്കാല്ലേ. കുഴപ്പമില്ല, നടക്കട്ടെ. അറിയാണ്ട് പറ്റിപ്പോയതാ. ശരി, എന്നാ കാണാം.